ഇ.ഡി. സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. മമതാ ബാനർജി രാജിവെക്കണമെന്നും എൻ.ഐ.എ അന്വേഷണം വേണമെന്നും ബി.ജെ.പി ഉന്നയിക്കുമ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് ഇന്ത്യ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ ആവശ്യം. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗവർണർ ഇന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. ഇതിനിടെ റേഷൻ അഴിമതിയിൽ തൃണമൂൽ നേതാവ് ശങ്കർ ആദിയെ ഇ.ഡി. അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇ.ഡി. സംഘത്തിന് നേരെ കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകർക്ക് നേരെ CRPF ലാത്തി വീശി. ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, പശ്ചിമബംഗാളിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. അത് ഏത് തരത്തിലാണ് ഗവർണറും കേന്ദ്രവും കാണുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും ഇ.ഡി. സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികൾ ആണ് തൃണമൂൽ കോൺഗ്രസും. എന്നാൽ കോൺഗ്രസ് തന്നെ തൃണമൂലിനെതിരെ ഈ വിഷയത്തിൽ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടു പാർട്ടികൾക്കിടയിലും തർക്കം തുടരുന്നുണ്ട്. കാരണം 2 സീറ്റുകൾ മാത്രമേ നൽകൂ എന്നുള്ള നിലപാട് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു. അങ്ങനത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് അതിരൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഔദാര്യം വേണ്ട എന്നായിരുന്നു അധീർ രഞ്ജൻ ചൗധരിയുടെ പ്രതികരണം. അതിന് പിന്നാലെയാണ് ഇ.ഡി. സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ക്രമസമാധാന നില തകരാറിലാണ് സംസ്ഥാനത്ത്. രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. സമാനമായ നിലപാട് ബി.ജെ.പി, സ്വാഭാവികമായും അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാണ്. ബി.ജെ.പി എൻ.ഐ.എ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കൂടി ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടിട്ടുണ്ട്. ഗവർണർ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ബനാന റിപ്പബ്ലിക് അല്ല ബംഗാൾ, അതുകൊണ്ട് തന്നെ നിയമം കയ്യിലെടുക്കുന്ന നടപടി ഉണ്ടാകുമ്പോൾ നോക്കിയിരിക്കാൻ കഴിയുന്ന നിലപാട് ഗവർണറും സ്വീകരിച്ചിരുന്നു. ഏതായാലും കേന്ദ്രം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇ.ഡി. ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നടപടിയിൽ നിന്ന്, റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഇ.ഡി. സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം വൈകിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇ.ഡി. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കൊണ്ടാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇ.ഡി. സംഘം കടക്കുകയും ചെയ്തത്. അതായത് ശങ്കർ ആദ്യ എന്ന് പറയുന്ന മുൻ മുനിസിപ്പൽ ചെയർമാനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ മന്ത്രിയുമായി അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇ.ഡി. വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും 3 കേസുകൾ ഇതിനോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1 ഇ.ഡി. നൽകിയിരിക്കുന്ന കേസ്, 2 പോലീസ് സ്വമേധയാ കൈക്കൊണ്ട കേസ്, 3 ഇന്നലെ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂലിന്റെ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ അക്രമം ഉണ്ടായത്. എന്നാൽ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിലെ ജീവനക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇ.ഡി. സംഘം വീടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു, പൂട്ടുകൾ തല്ലിപ്പൊളിച്ചെന്ന് കാണിച്ചുകൊണ്ട് അവരും ഒരു കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇ.ഡി. വ്യക്തമാക്കിയത് ഇന്നലെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇ.ഡി. സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ്. കാരണം ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ അവിടെ ഇതിന് ശേഷം അവിടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് 800-ലധികം വരുന്ന TMC പ്രവർത്തകർ, തൃണമൂൽ പ്രവർത്തകർ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇഷ്ടിക കൊണ്ടും വടികൾ കൊണ്ടുമായിരുന്നു ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്നുള്ളതായിരുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇ.ഡി. ഉദ്യോഗസ്ഥരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്, അവരാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നാണ്. രഞ്ജിത്ത്, ശരി. ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.